എൻ്റെ ചെവി ഒന്ന് ക്ലീൻ ചെയ്ത് തരുമോ ഡോക്ടറെ? ഈ ആവശ്യവുമായി ഒരുപാട് പേരിപ്പോൾ ഒത്പിയിലെത്താറുണ്ട്. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ ചെവിയുടെ ഉള്ളിൽ നിറയുന്ന വാക്സ് അഥവാ ചെപ്പി, ചെവിക്കായം, ഇതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ഇത് തനിയെ പുറത്തേക്ക് പോകാനുള്ള സംവിധാനവും നമ്മുടെ ചെവിയിലുണ്ട്. സെറൂമിനസ് ഗ്രന്ഥികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഈ വാക്സ് ചെവിയുടെ ഉള്ളിലേക്ക് അഴുക്കും പൊടിപടലവുമൊന്നും എത്താതിരിക്കാനും ഇൻഫെക്ഷനുള്ള സാധ്യതയും കുറയ്ക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്നത് ഇത് ചെവി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കണം എന്നാണ്. പണ്ടൊന്നും ഇത്രയും ആൾക്കാർ OPയിൽ വന്നിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് തരുമോ എന്ന് ചോദിക്കാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ദിവസവും വന്നിട്ട് ചെവി ഒന്ന് ക്ലീൻ ചെയ്യാനാ ഡോക്ടറെ, ഒന്ന് ഇത് ചെയ്തു തരുമോ? അപ്പോൾ ഈ വാക്സിനെ നമ്മൾ നിരന്തരം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. സ്വയം ഇത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെവിയുടെ ഉള്ളിലേക്ക്, കൂടുതൽ ഉള്ളിലേക്ക് വാക്സ് തള്ളിപ്പോയി പാടയുടെ മുന്നിൽ ചെന്ന് തങ്ങി നിന്ന് കൂടുതലായിട്ടുള്ള ചെവി അടപ്പും കേൾവിക്കുറവും ഉണ്ടാകുന്നു. ഇത് നീക്കം ചെയ്യാൻ ഒരു ഷാർപ്പായിട്ടുള്ള ഉപകരണമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പ്രത്യേകിച്ചും ചെവിത്തോണ്ടി, ചാവിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പാടയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ എപ്പോഴും ഇങ്ങനെ ചാവിയും തീപ്പെട്ടിക്കൊള്ളിയും ഒക്കെ ഇട്ട് തിരിക്കുമ്പോൾ ചെവിയുടെ ഉള്ളിൽ ബാക്ടീരിയൽ അണുബാധയ്ക്കും ഫംഗൽ അണുബാധയ്ക്കുമുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ എപ്പോഴൊക്കെയാണ് ചെവി ക്ലീൻ ചെയ്യേണ്ടത്? 4 കാര്യങ്ങൾ. 1. ചെവി കേൾക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ചെവി അടഞ്ഞ പോലെ തോന്നുക, ഇതാണ് രണ്ടാമത്തെ കാരണം. 3. ചെവിയിൽ അസഹനീയമായിട്ടുള്ള വേദനയും ചൊറിച്ചിലും അനുഭവപ്പെടുക. അപ്പോൾ ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ വാക്സ് ഉറഞ്ഞുകൂടി കട്ടിയായിട്ടുള്ള ഇമ്പാക്റ്റഡ് വാക്സ് ആയിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. ഈ സാഹചര്യത്തിൽ ഡോക്ടറെ കണ്ട് ചെവി ക്ലീൻ ചെയ്യാവുന്നതാണ്. അല്ലാതെ നമ്മൾ സ്വയം ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയോ ഇടയ്ക്കിടയ്ക്ക് പോയി ഡോക്ടറെ കൊണ്ട് ചെവി ക്ലീൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യവുമില്ല. ഇനി ആമസോണിലൊക്കെ വാക്യൂം ഡിവൈസസ് ഉപയോഗിച്ചിട്ട് ഇത് എടുക്കാനുള്ള ഉപകരണം ലഭ്യമാണ്. ഇത് ഉപയോഗിക്കാൻ പാടുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ചെവിയുടെ ടിംബാനിക് മെംബ്രെയിൻ അഥവാ കർണപുടം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ ഈ വാക്സ് എടുക്കാൻ പാടുള്ളൂ. ഒരാൾ സ്വയം വാക്യൂം ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ചെവിയുടെ ഉള്ളിൽ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യതയുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഡ്രോപ്സ് ഉപയോഗിക്കുന്നതും ചെവിയുടെ ഉള്ളിലെ സ്കിന്നിന് കേടുപാടുകൾ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിദ്യകളൊന്നും ശ്രമിക്കാതെ വളരെ ഉറഞ്ഞ വാക്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മാത്രം ഡോക്ടറെ അടുത്ത് ചെവി ക്ലീൻ ചെയ്യുക. അല്ലാത്ത പക്ഷം ചെവിയുടെ ഉള്ളിൽ തന്നെ ഒരു സെൽഫ് ക്ലെൻസിങ് മെക്കാനിസം ഉണ്ട്. താക്കോലും തീപ്പെട്ടിക്കൊള്ളിയും ഒക്കെ ഇട്ട് എപ്പോഴും ചെവി തിരിക്കുന്ന ഒരു ഫ്രണ്ടോ ഫാമിലി മെമ്പറോ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ.